ചിലപ്പോൾ ഫാഷിസം എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും പ്രവർത്തിക്കുക സ്വാതന്ത്ര്യത്തിനെ കൂച്ചുവിലം കിട്ടുകൊണ്ടാണ്. പക്ഷേ സ്വാതന്ത്ര്യം, സമത്വം പോലുള്ള ആശയങ്ങളെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്, ഒരു ജനപ്രതിനിധിക്ക്, ഒരു നായകനൊന്നും അധികകാലം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവര് ഫാഷിസം ചെയ്യുന്ന, അല്ലെങ്കിൽ ഫാഷിസ്റ്റുകൾ ചെയ്യുന്ന ഒരു യുക്തി എന്ന് വെച്ചാൽ വളരെ പിടിച്ചുകൊണ്ട് ഒരു ഒടിവിദ്യ കാണിച്ചുകൊണ്ടാണ് ഇവർ സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയ ആശയങ്ങൾക്കൊക്കെ തുരങ്കം വെക്കുക. അപ്പൊ ഫാഷിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആലോചനയുടെ സന്ദർഭത്തിൽ ജെയ്സൺ സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു സ്കോളർ പറയുന്ന ഒരു നിരീക്ഷണമാണത്. അപ്പോൾ ഒരു പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം എന്ന് പറയുന്ന ആശയങ്ങൾ തുരങ്കം വെക്കാനുള്ള ഒരു ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വഴി എന്ന് പറയുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു ശത്രുവിനെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് പാനിക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഹിന്ദുത്വം കഴിഞ്ഞ കുറേ അധികം കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മുസ്ലിങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ദളിതര ആദിവാസികളെ മുൻനിർത്തിക്കൊണ്ട് ഒരു അപരത്തിന്, ഒരു അധർനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അപ്പം അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഇവർ ക്യൂർ മനുഷ്യരെയും ഈ രീതിയിലൊരു അപരം എന്നുള്ള രീതിയിൽ സ്ഥാനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ ചോദിച്ചാൽ ഇവർ ഡ്രസ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, ഇത് നമ്മൾ എന്ത് ധരിക്കണം, നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളത് സ്വാതന്ത്ര്യത്തിനെ സംബന്ധിച്ച ചോദ്യമാണ്. ലിബർട്ടി എന്ന് പറയുന്ന ഒരു ഭരണഘടനാ മൂല്യത്തിനെ സംബന്ധിച്ച ചോദ്യമാണ്. അതിനെയാണ് അവർ തുരങ്കം വെക്കുന്നത്. ജെൻഡർ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വസ്ത്രം ധരിക്കും, ഞാൻ ഇഷ്ടമുള്ള പോലെ എൻ്റെ ജെൻഡർ എക്സ്പ്രസ് ചെയ്യുമെന്ന് പറയുന്നത് എൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഭരണഘടന എനിക്ക് നൽകുന്ന ഒരു അവകാശം, മൗലികാവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെയാണ് അവർ അപ്പാടെ വെട്ടിമാറ്റാൻ വേണ്ടി